I praise God for this blessed Sunday morning. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I'm also grateful that the Lord has given me another opportunity to be with you all. നിങ്ങളോട് കൂടെ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടി നൽകിയതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Also would like to extend my gratitude to the assembly elders for providing me this privilege to share from God's word. ദൈവജനം സൂക്ഷിപ്പാനായിട്ട് എനിക്ക് അനുവാദം നൽകിയ സഹോദരത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. For this morning's meditation, we will first read a passage from the book of Acts chapter 22. ഇന്ന് രാവിലത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. Acts chapter 22, and we will read from verse 6 to verse 10. അതിൽ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, യാർ എന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശുവാകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നതിന്റെ ശബ്ദം കേട്ടില്ല. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടതെന്ന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. I'm sure this is a very familiar passage to all of us. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണല്ലോ നമുക്ക് വായിച്ചത്. Paul is recounting his conversion experience at a later time in his life. തന്റെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ രക്ഷിക്കപ്പെട്ട ആ അനുഭവം പൗലോസ് ചില നാളുകൾക്ക് ശേഷം ഓർക്കുന്ന ഒരു രംഗമാണിത്. Paul's encounter with the Lord was a very dramatic incident. വളരെ പ്രത്യേകമായ രീതിയിലാണ് പൗലോസ് ദൈവത്തെ കണ്ടുമുട്ടിയത്. Paul never had any positive inclination to know who this real God is. വാസ്തവത്തിൽ ആ സത്യ ദൈവത്തെ അറിയാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. He was just zealous for what he believed. താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി വളരെ വീരോടെ മുൻനിരുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു പൗലോസ്. But God in his sovereignty had chosen this man to be his mighty vessel. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവത്തിന്റെ ഒരു പാത്രമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. So we see the Lord in a very supernatural way intervening in Paul's life to draw him towards himself. അതുകൊണ്ട് തന്നെ പൗലോസിനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി വളരെ അത്ഭുതകരമായ രീതിയിൽ ദൈവം പൗലോസിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. As Paul went around persecuting the church, സഭയെ ഉപദ്രവിച്ചുകൊണ്ട് പൗലോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ നാളുകളിൽ we are told that he reached a place called Damascus. ദമസ്കോസിന് സമീപിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. His intention was very clear. തന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. As he had persecuted the church in Jerusalem, he also wanted to do the same to the believers in the church at Damascus. പ്രകാരം യെരൂശലേമിലെ സഭയെ ഉപദ്രവിക്കുകയും മുടിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ദമസ്കോസിലുള്ള വിശ്വാസികളെയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പൗലോസ് പോയിക്കൊണ്ടിരുന്നത്. So as he was nearing that city, which is almost 150 miles away from Jerusalem, യെരൂശലേമിൽ നിന്ന് ഏകദേശം 150 മൈലുകൾ ദൂരമുള്ള ആ പട്ടണത്തോട് താൻ സമീപിച്ച ആ സമയത്ത് the Lord intervened in his life. ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെട്ടതായിട്ട് നമുക്ക് കാണുന്നു. And that is clearly narrated in Acts chapter 9. ഈ സംഭവം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. So during that encounter between Paul and God, ദൈവം പൗലോസുമായിട്ടുണ്ടായ ആ പ്രത്യേകമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിൽ we see a conversation between them. അവർ തമ്മിലുള്ള സംസാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. And Paul had a couple of questions to Christ. പൗലോസിനെ തന്റെ ജീവിതത്തിൽ കർത്താവിനോട് ചോദിക്കാനായിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. The first question, as we read in Acts chapter 22, ഒന്നാമത്തെ ചോദ്യം 22-ാം അധ്യായത്തിൽ നാം വായിച്ച ഭാഗത്ത്, who are you, Lord? നീ ആരാകുന്നു കർത്താവേ? Who are you, Lord? നീ ആരാകുന്നു കർത്താവേ? And then we see Christ clearly, directly telling him, I am Jesus, the one whom you are persecuting.
അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് കൊടുക്കുന്ന മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാകുന്നു ഞാൻ. A direct, clear answer to the question. ചോദ്യത്തിന് വളരെ വ്യക്തമായ നേരിട്ടുള്ള മറുപടി. But then later we see Paul also had another question. പിന്നീട് നമുക്ക് പൗലോസിന് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു. What shall I do, Lord? ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? Perhaps no, Paul understood that the way I have been living my life until now is not what God expects, and I need to set right my life. So here comes the question, what shall I do, Lord? താൻ ഇതുവരെയും ജീവിച്ച ജീവിത രീതി ശരിയല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തില് പൗലോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? What shall I do, Lord? കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? Very interestingly, if you closely observe the passage, ഈ വേദഭാഗം നാം വളരെ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ, unlike the first question, Jesus did not give him a direct answer. ഒന്നാമത്തെ ചോദ്യത്തിന് നൽകിയ പോലെയുള്ള വ്യക്തമായ നേരിട്ടുള്ള ഒരു മറുപടി അല്ല ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ദൈവകർത്താവ് നൽകിയത്. Rather, Jesus said these words to Paul. യേശു കർത്താവ് ഈ വാക്കുകളാണ് പൗലോസിനോട് പറഞ്ഞത്. I am reading again verse 10. 10ാം വാക്യം വീണ്ടും വായിക്കാം. And so I said, what shall I do, Lord? And the Lord said to me, arise and go into Damascus, and there you will be told all things which are appointed for you to do. കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതല്ല അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. This is very, very interesting. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. To the second question also, Christ could have directly told him what he expected out of Paul's life. രണ്ടാമത്തെ ചോദ്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ ഒരു മറുപടി കർത്താവിന് നൽകാമായിരുന്നു, പൗലോസിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ളതിന് മറുപടി. Instead, the Lord directed him to a particular place and then assured him, someone will come and tell you what you need to do with your life. എന്നാൽ ഇവിടെ പൗലോസിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്, നീ ദമസ്കോസിലേക്ക് പോകുക, അവിടെ ഒരു വ്യക്തി കടന്നു വന്ന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്നെ അറിയിക്കും എന്നാണ് മറുപടി നൽകിയത്. Now, Christ could have directly told him whatever that he had in his mind to convey to him. തന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ കർത്താവിനെ പൗലോസിനോട് അറിയിക്കാമായിരുന്നു. Why wasn't God doing that? Rather, now inviting another person to work alongside him to minister to Paul. എന്നാൽ അങ്ങനെ നേരിട്ട് മറുപടി നൽകാതെ മറ്റൊരു ദൈവദാസനിലൂടെ ആ കാര്യം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഇവിടെ ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. God could have done it directly. ദൈവത്തിന് അത് നേരിട്ട കാര്യങ്ങൾ പൗലോസിനെ അറിയിക്കാമായിരുന്നു. Or he could have called his angels or other heavenly beings to do the task for him. അല്ലെങ്കിൽ തന്റെ ദൂതന്മാരെയോ മറ്റു സ്വർഗീയ സൈന്യത്തെയോ ഈ കാര്യങ്ങൾ നടത്തുവാനൊക്കെ ദൈവത്തിന് ആവശ്യപ്പെടാമായിരുന്നു. Instead of that, അതിന് പകരമായിട്ട് we see the Lord looking out for a child of his in order to fulfill that task. എന്നാൽ ഈ ചോദ്യത്തിന് മറുപടി നൽകുവാനായിട്ട്, ഈ കാര്യം നിവർത്തിക്കുവാനായിട്ട് തന്റെ ഒരു മകനെ ദൈവം അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. Now this is very interesting even as we think about who we are today. ഈ കാര്യം നാം ആരായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്കിത് വളരെ അത്ഭുതം നൽകുന്ന ഒരു ചിന്തയാണ്. Now there are so many privileges we have because of who we are in Christ. നാം ആരായിരിക്കുന്നു ക്രിസ്തുവിൽ എന്നുള്ളത് നമുക്ക് നൽകുന്ന അനേക നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ട്. Romans chapter 8, we know Paul himself, he says, we have become his children. റോമാലേഖനം 8ാം അധ്യായത്തിലെ പൗലോസ് തന്നെയും അവിടെ പറയുകയാണ്, നാം ദൈവത്തിന്റെ മക്കളായിട്ട് ആകുന്നു. We have become heirs of God. നാം ദൈവത്തോട് അവകാശികളാണ്. And then he goes on to say we have become co-heirs with Christ. നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ് എന്ന് പൗലോസ് പറയുന്നു. There are many heavenly privileges that we have received through the Lord Jesus Christ. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വർഗീയമായ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. I also want to remind all of us today another important privilege that God has bestowed upon each one of us
is we are also called as his co-workers. ഇന്ന് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടെ നിങ്ങൾ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനോട് കൂടെ കൂട്ടുവേലക്കാരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. In fact, when Paul recounts this aspect, he says in 1 Corinthians chapter 3 verse 9, we are his fellow workers. 1 Corinthians 3:9 വാക്യത്തിലെ പൗലോസ് ഈ കാര്യം ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നാം ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ. It pleases the Lord to use his children in what he is doing out there in the world. ദൈവം ഈ ലോകത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമ്മെ കൂട്ടുവേലക്കാരായി ദൈവമാക്കിയിരിക്കുകയാണ്. So we are not only his children, നാം ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത് മാത്രമല്ല, we are not only know who will one day inherit everything, നാം ഒരു ദിവസം എല്ലാം അവകാശികളായി പൂർണ്ണമായി നാം ആയിത്തീരുമെന്നുള്ളത് മാത്രമല്ല, today right now here in the world the Lord calls us his co-workers. ഇന്ന് ഈ ലോകത്തിൽ ദൈവം നമ്മെ തന്റെ കൂട്ടുവേലക്കാരായിട്ടാണ് വിളിക്കുന്നതും മാറ്റി വെച്ചിരിക്കുന്നതും. Because God is doing something beautiful in the world. ദൈവം അത്ഭുത മനോഹരമായ രീതിയിൽ ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. God is reconciling the world unto himself. ദൈവം ലോകത്തെ തന്നിലേക്ക് നിരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Through his son Jesus Christ. തന്റെ പുത്രനിലൂടെയാണ് ആ കാര്യം And ചെയ്തുകൊണ്ടിരിക്കുന്നത്. along with Jesus Christ, he calls every one of us to understand God's plans and purposes and to join with him so that we can work together. തന്റെ പുത്രനോട് ചേർന്ന് ആ പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ മക്കളായ നമ്മെയും ദൈവം വിളിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുകയാണ്. Sometimes, unfortunately, whenever we hear the word God's workers, we think only about a few people who are called as full-time workers. ചിലപ്പോഴൊക്കെയും ദൈവത്തിന്റെ വേലക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് പൂർണ്ണസമയ സുവിശേഷകന്മാർ എന്നുള്ള കാര്യം മാത്രമാണ്. Now we think about missionaries. നാം സുവിശേഷകന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. But then when we look at the New Testament, എന്നാൽ പുതിയ നിയമം നാം വായിക്കുമ്പോൾ every one of us, we are considered as God's fellow workers. ഈ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്നുള്ള രീതിയിലാണ് ദൈവം നമ്മെ കാണുന്നത്. Aquila and Priscilla, അക്വിലാവും പ്രിസ്കില്ലയും they were tent makers by profession. അവരെ കൂടാരപ്പണിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. But then Paul writes about them in Romans chapter 16 verse 3. എന്നാൽ റോമാലേഖനം 16 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ പൗലോസ് അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. He remarks about them by saying, they are my fellow workers in Christ Jesus. അവരെ കുറിച്ച് പറയുന്നത് അവർ ക്രിസ്തുവിൽ എന്റെ കൂട്ടുവേലക്കാർ എന്നാണ് പൗലോസ് അവരെ കുറിച്ച് പറയുന്നത്. Dear brothers and sisters, സഹോദരന്മാരെ, if you consider yourself as a child of God, you also have to see yourself as his co-worker. നാം ദൈവമക്കളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട കാര്യം നാം ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരാണ്. That is the only purpose for which you and I are alive today. ആ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് നാം ഇന്ന് ജീവനോടെ ഭൂമിയിൽ ആയിരിക്കുന്നത്. Every morning when we rise up from the bed, ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ, if you know and if you think that you are alive, നാം ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, the first thing that has to come into our minds is that God has kept me alive in this world for another day so that I can co-work with him. ദൈവം എന്നെ ഒരു ദിവസം കൂടെ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ കർത്താവിനോട് ചേർന്ന് അവന്റെ കൂട്ടുവേലയിൽ പങ്കാളിയായി തീരുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. What is the story of the Bible? എന്താണ് തിരുവെഴുത്തിൽ നാം മനസ്സിലാക്കുന്നത്? There are so many men and women whose names are mentioned here. ഈ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക ദേവദാസന്മാരുടെയും ദാസിമാരുടെയും പേരുകളുണ്ട്. Who are those people? ആരാണ് അവർ? Why is that their names are mentioned here in the Bible? എന്തുകൊണ്ടാണ് അവരുടെ പേരുകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? It is just for one reason. ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. In whatever the Lord wanted to accomplish here in the world, he looked out for people and they are the ones who join with him. തന്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പാക്കുവാനായിട്ട് ദൈവം നോക്കുകയാണ്. മനുഷ്യരെ ദൈവമക്കളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാക്കിയവരുടെ പേരുകളാണ്
തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് In സാധിക്കും. Ezekiel chapter 22 verse 30 we read like this. എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. I looked out for a man among them. അവരുടെ ഇടയിൽ ഞാൻ ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരുന്നു. I searched for a man among them. അവരുടെ മധ്യത്തിൽ ഒരു ആളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. I believe it is not only applicable for men, it is also applicable for women. അത് സഹോദരന്മാർക്ക് മാത്രമല്ല സഹോദരിമാർക്കും അത് തുല്യമായി ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. I looked out, sought out for a man. ഞാൻ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. For what? എന്തിനു വേണ്ടി? In order to co-work with me. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട്. In order to fulfill my heart's desire. ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട്. In order to do the things in God's kingdom. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്. Unfortunately, in the same verse we also read, I did not find anyone. എന്നാൽ അതേ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത് ആരെയും കണ്ടില്ല താനും എന്നുള്ളതാണ്. I did not find anyone. ആരെയും കണ്ടില്ല. Let me also bring before you another very familiar passage. മറ്റൊരു പരിചയമുള്ള ഒരു വേദഭാഗം ഞാൻ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. Isaiah chapter 6 verse 7 and 8. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. The Lord wanted to do something in the midst of His people. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. And then we also hear that heavenly echo, whom shall I send? Who will go for us? സ്വർഗീയമായ ശബ്ദമാണ് അവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ആർ എനിക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകുന്നത്? Who will understand my heart? ആരാണ് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്നത്? Who wants to join with me? ആരാണ് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് സന്നദ്ധരായിട്ടുള്ളത്? Dear brothers and sisters, that is the story of the Bible. പ്രിയ സഹോദരന്മാരെ, ഇതാണ് തിരുവഴുത്തിലെ കഥ എന്ന് പറയുന്നത്. If you know that your purpose here on this earth is to come on a Sunday, to be in a worship service, and be involved in some spiritual activities, and if you are satisfied, you haven't understood the heart of God. ഞായറാഴ്ചകളിൽ മാത്രം കടന്നു വന്ന് യോഗങ്ങളെ സംബന്ധിച്ച് കടന്നു പോകുക, മറ്റു കാര്യങ്ങളൊന്നും ആയിരിക്കാതിരിക്കുക എന്നുള്ളത് അല്ല ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. Every one of us, we need to hold this perspective. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരും ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. That today in Trishur or wherever the Lord has placed you, when the Lord wants to do something, He is coming to His people, to His children, so that He would share His burden, His concerns with them. ദൈവം നമ്മളെ ഈ പ്രദേശത്ത് ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ദൈവം നമ്മിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Please turn with me to Acts chapter 9. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. We will read verse 10. അതിന്റെ 10-ാമത്തെ വാക്യം. And there was a certain disciple at Damascus named Ananias, and to him said the Lord in a vision, Ananias. And he said, Behold, I am here, Lord. എന്നാൽ അനന്യാസ് എന്ന ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവിന്റെ ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവേ അടിയനിതാ എന്ന് അവൻ വിളിച്ചു. The Lord was now seeking out for a person whom He can send to meet with Paul. പൗലോസിനെ സന്ദർശിക്കുവാനായിട്ട് ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. So therefore He came to Ananias, called him by his name, and we see how Ananias responded. അങ്ങനെ കർത്താവ് അനന്യാസിന്റെ അടുത്തേക്ക് കടന്നു വന്ന് അവന്റെ പേര് ചൊല്ലി വിളിച്ച് അവന്റെ പ്രതികരണമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. That's a beautiful response, isn't it? അനന്യാസിന്റെ പ്രതികരണം വളരെ മനോഹരമായ ഒരു പ്രതികരണം. When his name was called, he said, Behold, here I am, Lord. I am willing to listen. What is that you want to share with me? ആ അനന്യാസ് അവിടെ പ്രതികരിക്കുകയാണ്. കർത്താവേ അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. Unfortunately, today there are not many who want to sit in God's presence and allow Him to share His burdens, His concerns for the world. പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ സമയം വേർതിരിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. Yes, we communicate with God.
നാം ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. We share our burdens, our problems, our inabilities. We ask His grace and wisdom and strength. Yes, it's a one-way communication. നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പങ്കുവയ്ക്കുന്നുണ്ട്. ദൈവത്തോട് ക്ഷമിക്കാൻ യാചിക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള സംസാരമേ ആകുന്നുള്ളൂ. But do you know that God also wants to communicate something with each one of us? എന്നാൽ ദൈവം നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ? When was the last time you sat silently in God's presence and asked Him, Lord, is there anything that you want to convey to me, Lord? Is there anything that I can do for you? When was the last time? കർത്താവേ, നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ടോ എന്ന് ഒടുവിലായിട്ട് നമ്മൾ എന്നാണ് കർത്താവിനോട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നാം ചോദിച്ചത്. Many a time, dear brothers and sisters, we don't hear the voice of God because it's simply not because God doesn't want to speak to us, rather we don't have time for the Lord. പലപ്പോഴും നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, ദൈവസന്നിധിയിൽ അങ്ങനെ ഇരിക്കുവാനായിട്ട് നാം സമയം വേർതിരിക്കാത്തത് കൊണ്ടാണ്. Now, sometimes it's a question that comes to my mind and also perhaps to your mind. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഇങ്ങനെയായിരിക്കാം. Maybe we listen to God's word so many times. നാം അനേക തവണ ദൈവവചനം കേൾക്കുന്നവരാണ്. Even though if you take just 1 month of your life, how many times we hear the word of God? ഒരു മാസം സമയം നമ്മുടെ ജീവിതത്തിൽ എടുത്താൽ തന്നെ ആ ഒരു മാസത്തിൽ എത്ര തവണ നാം ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. But my question is, have you heard the voice of God? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടോ? Have you been able to go from this place now saying, yes, I've heard the voice of God today? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്ന് പറയാനായിട്ട് ആ ഒരു തീരുമാനത്തോടുകൂടെ പോകാനായിട്ട് സാധിച്ചു. I have a definite direction from the Lord and I'm going to pursue that. Have you gone with such an experience? ദൈവത്തിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടി, ഒരു നിർദ്ദേശം എനിക്ക് ലഭിച്ചു, അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഇടയായിട്ടുണ്ടോ? We have a God who loves to speak to His children. തന്റെ മക്കളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Next time you read the scripture, try to underline wherever you have the word God speaking to His children. It will be amazing. ദൈവം തന്റെ മക്കളോട് സംസാരിക്കുന്നു, അരുളി ചെയ്യുന്നു എന്ന് പറയുന്നിരിക്കുന്ന ഭാഗങ്ങൾ തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ ഒന്ന് അത് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. God spoke to Adam and Eve. ദൈവം ആദാമിനോടും ഹവ്വയോടും സംസാരിച്ചു. God spoke to Noah. ദൈവം നോഹയോട് സംസാരിച്ചു. God spoke to Abraham. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. God spoke to Isaac. ദൈവം ഇസാക്കിനോട് സംസാരിച്ചു. God spoke to Jacob. ദൈവം യാക്കോബിനോട് സംസാരിച്ചു. God spoke to Joseph. ദൈവം യോസേഫിനോട് സംസാരിച്ചു. And then it goes on and on. God spoke to Joshua, Caleb, and then the whole story of the Bible is God communicating with His children and they responding positively with Him so that they co-work with Him. ദൈവം യോശുവയോടും കാലേബിനോടും ഒക്കെ സംസാരിച്ചു. അങ്ങനെ അനേകരോട് ദൈവം സംസാരിക്കുന്നതും അവരതിന് അനുകൂലമായി പ്രതികരിക്കുന്നതുമായ ആ സംഭവങ്ങളാണ് തിരുവഴുത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. And the other thing that made me think about how God works is the kind of people God chooses to work with Him. ദൈവം തന്റെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട് നോക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം നോക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. Very simple one-line introduction to Ananias here. അനന്യാസിനെ കുറിച്ച് ഒരു വാക്കില് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. But that one word is the most important word. എന്നാൽ ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. Verse 10 again. 10ാം വാക്യം വീണ്ടും വായിക്കാം. And there was a certain disciple at Damascus. എന്നാൽ ദമസ്കോസിൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. That one word is important, disciple. ശിഷ്യൻ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. Now here the word says Ananias was a disciple of the Lord Jesus Christ. ഇവിടെ അനന്യാസിനെ കുറിച്ച് വായിക്കുന്നവൻ കർത്താവിന്റെ
ശിഷ്യനായിരുന്നു, ഒരു ശിഷ്യനായിരുന്നു. It was a very special term that was used in the first century. ആ ഒന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പ്രത്യേക വാക്കാണ് ശിഷ്യൻ എന്നുള്ളത്. It was not used for every Tom, Dick and Harry or everyone who had some kind of understanding of Christianity. Rather, it was used only for those people who were sincere followers of the Lord Jesus. വളരെ വ്യക്തമായിട്ട് സമർപ്പണത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരെ കുറിച്ച് മാത്രം വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ശിഷ്യൻ എന്നുള്ളത്. What else do we know about Ananias? അനന്യാസിനെ കുറിച്ച് വേറെ എന്താണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്? Turn with me to Acts 22 again. 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിയാം. അപ്പോസ്തല പ്രവൃത്തി, the passage that we read before, നേരത്തെ വായിച്ച വേദഭാഗം, verse 12. അതിന്റെ 12-ാം വാക്യം. And one Ananias, a devout man according to the law, having a good report of all the Jews which dwelt there. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. Brothers and sisters, സഹോദരന്മാരെ, that's all we know about Ananias. അനന്യാസിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഇത്ര മാത്രമാണ്. All that we know about Ananias points to one thing. He was a man who had a close relationship with God. He was a man who had good testimony among those with whom he lived, and a man who was devoted to the law. നാം വായിക്കുന്നത് ആ അനന്യാസ് കർത്താവിന്റെ ഒരു നല്ല ശിഷ്യനായിരുന്നു, ആ യഹൂദന്മാരെ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു, മാത്രമല്ല ന്യായപ്രമാണത്തിലെ നല്ല അറിവുള്ളവനായിരുന്നു. That is all the Lord required in order that he be used to go and do God's work. ദൈവത്തിന്റെ പദ്ധതി ചെയ്യുവാനായിട്ട് ഇത്രയും മാത്രമാണ് ദൈവം നോക്കിയ ആ ഗുണങ്ങൾ എന്ന് പറയുന്നത്. All spiritual characteristics. ആത്മീയമായ ഗുണങ്ങൾ മാത്രമാണ് ദൈവം നോക്കിയത്. We don't know whether Ananias had good education or not. അനന്യാസിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. We don't know whether he had good influence in the society. സമൂഹത്തിൽ തനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. Was he a rich man or a poor man? We don't know. ധനവാനായിരുന്നു ദരിദ്രനായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. No, was he occupying an important position in the church leadership or not? We don't know. ആ സഭയിലെ ആ നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. One thing we know. ഒരു കാര്യം നമുക്കറിയാം. One thing we know. ഒരു കാര്യം നമുക്കറിയാം. He was a godly man. അവൻ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. God can use any godly man, any godly woman, irrespective of all limitations and shortcomings, to accomplish His plan and purpose in the world. നമ്മുടെ പരിമിതികളൊക്കെയും അപ്പുറമായിട്ട് ദൈവഭക്തിയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും തന്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പാക്കുവാനായിട്ട് ദൈവത്തിന് അവരിലൂടെ സാധിക്കും. And that is the story of the Bible. ഇതാണ് തിരുവഴുത്തിലെ കഥ എന്ന് പറയുന്നത്. God chooses the weak of the world. ഈ ലോകത്തിലെ ഏറ്റവും ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. God chooses no people who would not even be considered by others in the world. ലോകത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവർ ഗണ്യമാക്കാത്ത ആളുകളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. But God is very particular that they should have a relationship with Him and they should be people with good testimony. എന്നാൽ ദൈവം നോക്കുന്ന എന്താണ്? അവർ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു, അവരെ കുറിച്ചിട്ടുള്ള സാക്ഷ്യം മാത്രമാണ് ദൈവം നോക്കുന്നത്. I'm reminded of a story of a missionary. ഒരു മിഷണറിയുടെ കഥ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. Now this is about a sister by name Gladys Aylward. Gladys Aylward എന്ന് പറയുന്ന സഹോദരിയാണ് ഈ മിഷണറി. She was born in England during the early part of the 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ നാളുകളിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു വനിതയാണ്. Not in a family with a good financial background. വളരെ സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ കഴിവുള്ള ഒരു കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. So she could not get good education. അതുകൊണ്ട് തനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. And eventually she ended up serving as a maid in a rich person's house. അതുകൊണ്ട് ധനികനായ ഒരു വ്യക്തിയുടെ ഭവനത്തില് വീട്ടുവേലക്കാരിയായിട്ട് ഈ സഹോദരി എത്തിച്ചേർന്നു. And then when she was in her 30s, someone talked about Christ to her, and then she came to know the Lord. തന്റെ ഏകദേശം 30 വയസ്സുള്ള കാലഘട്ടത്തില് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആരോ തന്നോട് പറയുകയും താൻ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാനായിട്ടും ഇടയായിത്തീർന്നു. She began to love the Lord. കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ഈ സഹോദരി ആരംഭിച്ചു. And someone gave her a Bible.
ആരോ അവൾക്കൊരു ബൈബിൾ നൽകി. She fell in love with this word of God. ഈ തിരുവെഴുത്തുമായിട്ട് അവൾ ആഴത്തിലുള്ള സ്നേഹത്തിലായി തീർന്നു. And as she started reading the Bible, one thing became so impressive in her heart. ഈ തിരുവെഴുത്ത് വായിച്ച് ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അവളുടെ ഹൃദയത്തിൽ വളരെ സ്പർശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. That God wanted her to be a missionary. ഒരു മിഷണറിയായിട്ട് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് അവൾക്ക് ലഭിച്ചു. But nobody was there to believe in her or encourage her. അവൾ കാര്യം വിശ്വസിക്കുവാനോ അവളെ പ്രോത്സാഹിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. When she went around telling people, no, God is calling me to be a missionary, many of them said, no, you're already well into your 30s and you cannot adjust to a new surrounding. എന്നെ ഒരു മിഷണറിയായിട്ട് ദൈവം വിളിക്കുന്നത് മറ്റുള്ളവരോട് അവൾ പറഞ്ഞപ്പോൾ ആളുകൾ അവളോട് പറഞ്ഞു, നിനക്കിപ്പോൾ 30-ലധികം വയസ്സായല്ലോ, ഇനി ഒരു പുതിയ സാഹചര്യത്തിൽ പോയിട്ട് നീ എങ്ങനെ ജീവിക്കും എന്ന് അവളോട് പറഞ്ഞു. You don't have good education. നിനക്ക് നല്ല വിദ്യാഭ്യാസമില്ല. You cannot learn another new language. ഒരു പുതിയ ഭാഷ പഠിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല. And then no, they all discouraged it. എല്ലാവരും അവളെ തളർത്തിക്കളഞ്ഞു. But she knew that God had called her. എന്നാൽ ദൈവം തന്നെ വിളിച്ചു എന്നുള്ള ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. She started saving money little by little. അല്പമായിട്ട് പണം സ്വരൂപിക്കാനായിട്ട് തുടങ്ങി. When she knew that she had enough money to travel, taking a train ticket all across the Siberian territory and eventually to reach China with 2 suitcases, she left England. തനിക്ക് യാത്രയ്ക്കുള്ള പണം സ്വരൂപിച്ച് ഊട്ടിയെ കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ദീർഘദൂര യാത്ര ചെയ്ത് ചൈനയിലേക്ക് കടന്നു വരാനായിട്ടിടയായി. That is where the Lord called her to be. അവിടെയാണ് സുവിശേഷത്തിനായിട്ട് ഈ ദേവദാസിയെ ദൈവം വിളിച്ചത്. She started working among a people group called Lisu people group. ലീസു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തില് സുവിശേഷവുമായിട്ട് അവൾ എത്തിച്ചേർന്നു. When she reached there, she understood, no, there were so many social evils against the women, and she started serving the Lord, sharing about the love of Christ and changing the society. അവിടെ കടന്നു വന്നപ്പോഴാണ് അവിടെയുള്ള ആ സ്ത്രീകളുടെ മധ്യത്തിലുള്ള സാമൂഹികമായ തിന്മകളെ കുറിച്ച് അവൾ മനസ്സിലാക്കിയത്. അവരോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവസ്നേഹത്തെ കുറിച്ചും ഇവൾ പങ്കുവച്ചു. For many years she stayed there. അനേക വർഷങ്ങൾ ഈ സഹോദരി അവിടെ താമസിച്ച് പ്രവർത്തിച്ചു. Later in Tibet also she served the Lord. അതിനുശേഷം ടിബറ്റിലും കടന്നു വന്ന് കർത്താവിനെ സേവിച്ചു. There is a biography written about her. ആ സഹോദരിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ബയോഗ്രാഫി ഉണ്ട്. The title of the biography is Gladys Aylward, the Small Woman. ആ ബയോഗ്രാഫിയുടെ തലക്കെട്ട് എങ്ങനെയാണ്? ഗ്ലാഡിസ് ഐൽവാർഡ്, ഒരു ചെറിയ സഹോദരി. She was very small in stature. അവൾ വളരെ പൊക്കം കുറഞ്ഞ സഹോദരിയായിരുന്നു. Perhaps nobody would ever think, no, she can be an effective missionary. ഒരു പക്ഷേ ഒരു മിഷണറിയായിട്ട് തീരുമാനമായിട്ട് സാധിക്കുമെന്ന് ആരും അവളെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വനിത. But she was used by God. എന്നാൽ ദൈവം അവളെ ഉപയോഗിച്ചു. I tell you, brothers and sisters, God is not going to be limited by our shortcomings. പ്രിയ സഹോദരിമാരെ, നമ്മുടെ പരിമിതികളിൽ ദൈവം അത് പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിയാത്തവനല്ല. God can use despite our shortcomings if you and I are willing. നമ്മുടെ പരിമിതികൾക്ക് അപ്പുറമായിട്ട് നമ്മിലൂടെ പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. നാം അതിന് നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ. Later, Gladys Aylward one day said these words. അതിനുശേഷം ഗ്ലാഡിസ് ഐൽവാർഡ് ചില നാളുകൾക്ക് ശേഷം ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. I don't know whether I was the first one God called to work among the Lisu people. ലീസു സമൂഹത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം വിളിച്ച ആദ്യത്തെ വ്യക്തി ഞാനായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. Maybe it was a man. ഒരു പക്ഷേ മറ്റ് പുരുഷന്മാരെയും ദൈവം വിളിച്ചു കാണാം. And I don't know what happened to them. അവരെന്തുകൊണ്ട് ഇവിടെ കടന്നു വന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ. Maybe some of them know they had desire, but for various reasons they could not make it. ഒരു പക്ഷേ ആഗ്രഹമുള്ള മറ്റു പലരും ഉണ്ടായിരുന്നിരിക്കാം, എന്നാൽ വിവിധ കാരണങ്ങളാൽ അവർ കടന്നു വരാൻ സാധിച്ചില്ല. Maybe he or she died. I don't know. ചിലർ ഒരു പക്ഷേ മരിച്ചുപോയി കാണും. Then the Lord looked at me and he said, Gladys, and I said, I am willing, Lord. അതിനുശേഷം ദൈവം എന്നെ നോക്കിക്കൊണ്ട്, ഗ്ലാഡിസ് നീ പോകാൻ തയ്യാറാണോ എന്ന് പറഞ്ഞപ്പോൾ ഗ്ലാഡിസ് കർത്താവേ ഞാൻ പോകാം എന്ന് പറഞ്ഞു പ്രതികരിച്ചു. Dear brothers and sisters, even today I want to tell you, around this place, God
wants to do certain things for him. പ്രിയ സഹോദരന്മാരെ, ഇന്നും ദൈവം നമ്മുടെ ഇടയിൽ ചില ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട്. If you are always looking at yourself, if you are always not looking at your own family, if you are always looking at your own children, and if you don't have eyes to look beyond, you may not hear the voice of God. നാം നമ്മിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ, നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ, നമ്മുടെ മക്കളിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ, ഒരുപക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്ന് വന്നേക്കാം. If you are able to know, raise your head, look around, you will surely hear the voice of God. നാം തലയുയർത്തി ചുറ്റും നോക്കിയാൽ തീർച്ചയായും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. He will invite you to be part of what He is doing. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ അവനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെയും വിളിക്കും. And if you are willing, He will say, "Come, we will work together." നാം അതിനെ തയ്യാറാണെങ്കിൽ കടന്നു വരും, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ദൈവം നമ്മോട് പറയും. If you look at this man whom God called Ananias, the Lord called him, clearly told him, "This is what I want you to do." ദൈവം വിളിച്ച ഈ വ്യക്തി അനന്യാസിന്റെ ജീവിതം നോക്കിയാൽ ദൈവം അവനോട് വ്യക്തമായിട്ട് പറയാം, അനന്യാസേ, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഏൽപ്പിക്കുക. Look at verse 11. അതിനാം വാക്യം നോക്കുക. Arise and go into the street which is called Straight, and inquire in the house of Judas for one called Saul of Tarsus, for behold, he is praying. നീ എഴുന്നേറ്റ് നേർവീതിയിൽ തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവൻ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. You arise and go. നീ എഴുന്നേറ്റ് പോക. Would you go for me? നീ എനിക്ക് വേണ്ടി പോകുമോ? Would you rise and go for me? നീ എഴുന്നേറ്റ് പോകുമോ എനിക്ക് വേണ്ടി? I want someone to go and meet with this man called Saul. ശൗൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ കാണുവാനായിട്ട് ആരെങ്കിലും കടന്നു പോകാനായിട്ട് ദൈവം നോക്കിയാണ്. Initially Ananias said, "Lord, ആദ്യം അനന്യാസ് പറഞ്ഞു, കർത്താവേ, I have some concerns." എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. What are the concerns here? എന്തൊക്കെയാണ് എന്റെ ഹൃദയത്തിലുള്ള സംശയങ്ങൾ? Now look at verse 13. 13-ാം വാക്യം. Then Ananias answered, "I have heard by many of this man how much evil he hath done to thy saints at Jerusalem." Verse 14. And here he hath authority from the chief priest to bind all that call on thy name. 13-ാം വാക്യം. കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചുകെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് പറഞ്ഞു. Ananias, although he was willing, he found this task beyond his ability. അനന്യാസ് കർത്താവ് വിളിച്ചപ്പോൾ പോകുവാൻ ഒരുക്കമായിരുന്നെങ്കിലും ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്യുവാനായിട്ട് തന്റെ കഴിവിനപ്പുറമായിട്ട് അനന്യാസ്. Lord, I have heard so much about this Saul of Tarsus. ഈ പത്രോസുകാരനെ ശൗലിനെ കുറിച്ച് അനേക കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവേ. All that I have heard about him, his past, his present, it causes so much of fear inside me. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോഴുള്ള പ്രവൃത്തികളൊക്കെയും എന്റെ ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കുന്നു. Lord, do you want me to go and stand before that man? ആ വ്യക്തിയുടെ മുമ്പിലാണോ ഞാൻ പോയി നിൽക്കുന്നത് കർത്താവേ? Do you want me to go and minister to that man? ആ വ്യക്തിയോടാണ് ഞാൻ കടന്നു ശുശ്രൂഷിക്കേണ്ടത്. In fact, no, he was now finding it difficult to accept the task that God was giving him. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാനായിട്ട് വൈഷമ്യമുള്ളവനായിട്ട് അനന്യാസ് നിൽക്കുകയാണ്. Yes, we can perhaps relate with what he is saying here. ഇവിടെ അനന്യാസ് പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Because in the same chapter, verse 1, we read that Saul was breathing threats and murders. നാം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ശൗല് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തിയായിരുന്നു. Now here is the point. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. Many a time, പലപ്പോഴും what the Lord wants us to do may be beyond our natural or otherwise things that you and I can easily do. നമുക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ദൈവം നമ്മിലൂടെ ചെയ്യുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്. Maybe we consider ourselves as ordinary people. നാം സാധാരണ ആളുകളായിട്ടാണ് നമ്മെ തന്നെ നാം മനസ്സിലാക്കുന്നത്. But the things that the Lord wants us to do or calls us to do might look like extraordinary. എന്നാൽ നമ്മിലൂടെ ദൈവം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
അത് അസാധാരണമായ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നിയേക്കാം. Now, in the scripture, there are many such examples. തിരുവഴുത്തിൽ അനേക ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. I don't have time. I just want to know. Bring before you Moses. മോശയുടെ കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ So when ആഗ്രഹിക്കുന്നു. the Lord called him from the burning bush and told him, I want you to go and stand before Pharaoh and speak to him, Moses said, me, I cannot. ആ മോശയെ ദൈവം ആ കത്തുന്ന പുറപ്പെടലിൽ നിന്ന് വിളിച്ച് ഫറവോന്റെ മുമ്പാകെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഞാനോ എനിക്കത് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. I cannot, Lord. എനിക്ക് സാധിക്കില്ല. I cannot even speak now clearly. എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ പോലെ പറഞ്ഞുകൂടാ. I don't have the courage for that. എനിക്ക് അതിനുള്ള ധൈര്യമില്ല കർത്താവേ. And he had so many excuses. അനേക ഒഴിവുകൾ മോശ പറഞ്ഞു. I tell you, this is natural. ഇവളൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. When God calls us, sometimes no, it is possible that we may not be immediately able to say, hallelujah, praise the Lord, I'm ready to go. We may not be able to say that. ചിലപ്പോൾ കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ഉടനെ തന്നെ അതിന് വ്യക്തമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. You know how the Lord responded to Ananias? കർത്താവ് എങ്ങനെയാണ് അനനീയാസിനോട് മറുപടി നൽകിയത്? Hey, you only know about Saul's past. You only know about Saul's present. But I also know about Saul's future. കർത്താവ് അനനീയാസിനോട് പറയുന്നു, അനനീയാസേ, നിനക്ക് പൗലോസിന്റെ ഭൂതകാലം അറിയാം, വർത്തമാനകാലം അറിയാം, എന്നാൽ എനിക്ക് പൗലോസിന്റെ ഭാവികാലവും അറിയാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് മലയാളത്തിൽ പറയണമെന്നുണ്ട് ഈ ഒറ്റ കാര്യം. You know what? I tell you, whenever the Lord calls us, He knows everything, the circumstance, what is going to happen in the future. He knows everything. He has done the groundwork. And He's saying, all that I want you to do is come and join with me. ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം ഭാവിയിൽ എന്തായിത്തീരും, ആരായിത്തീരും, എന്ത് ചെയ്യും എന്നെല്ലാ കാര്യങ്ങളും ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. ആ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. I know what is going to happen to Saul in the future. You don't know. പൗലോസിന് എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം, നിനക്കറിഞ്ഞുകൂടാ. I have chosen him to stand before the kings. രാജാക്കന്മാരുടെ മുൻപാകെ നിൽക്കുവാനായിട്ട് ഞാൻ അവനെ I തെരഞ്ഞെടുത്തിരിക്കുന്നു. have chosen him to be an apostle to the Gentiles. ജാതികൾക്ക് അപ്പോസ്തലനായി ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. Yes, the same man who has been persecuting the church, I have chosen him for another task. സഭയെ ഉപദ്രവിച്ചിരുന്ന അതേ പൗലോസിനെ ഇതാ അപ്പോസ്തലനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. You now go and do what I am telling you. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ഇപ്പോൾ നീ ചെന്ന് ചെയ്യുക. Look at what Ananias eventually did. അനന്യാസ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. Verse 17. 17ാമത്തെ വാക്യം. And Ananias went his way and entered into the house, and putting his hands on him, and said, Brother Saul, the Lord, even Jesus, that appeared unto thee in the way, as thou camest, hath sent me, that thou mightest receive thy sight and be with the Holy Spirit. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ചു, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Ananias eventually he obeyed, trusting in the Lord. He will take care of me. He will now protect me. He is not going to do any harm to me. I will go, and the Lord knows everything. അനന്യാസ് സമ്പൂർണമായിട്ടും ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് തന്നെ താൻ സമർപ്പിക്കാനായിട്ട് ഇടയായി. He went there and ministered to Saul. അവിടെ കടന്നുപോയി ശൗലിനോട് ശുശ്രൂഷിച്ചു. Whatever the Lord wanted him to do, that's the thing he did. കർത്താവ് തന്നെ ആവശ്യപ്പെട്ട കാര്യം എന്താണോ അത് അനന്യാസ് പ്രവർത്തിച്ചു. Nothing more, nothing less. അതിൽ നിന്ന് ഒന്നും കൂടുതലോ കുറവോ ചെയ്തില്ല. Very simple. വളരെ ലളിതമായ കാര്യം. Went there, called him, അവിടെ ചെന്നു, ശൗലിനെ വിളിച്ചു, prayed for him, അവനോട് ചേർന്ന് പ്രാർത്ഥിച്ചു, shared more about Christ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പം കൂടെ അവനോട് വിശദമാക്കി കൊടുത്തു, baptized him. അവനെ സ്നാനപ്പെടുത്തി. That's the end of the story for Ananias. അനന്യാസിന്റെ ശുശ്രൂഷ അതോടുകൂടി കഴിഞ്ഞു. But I want to say that's the beginning of the story of Saul. എന്നാൽ ശൗലിന്റെ ജീവിതം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. The rest of the New Testament, you read through, it is all about this one man's life, one man's ministry, Paul, used by God in an amazing way. തുടർന്നുള്ള തിരുവഴുത്തിലെ ഭാഗങ്ങളൊക്കെയും ഈ ഒരു വ്യക്തിയെ കുറിച്ച്, ഇദ്ദേഹം പ്രവർത്തിച്ച ശുശ്രൂഷയെ കുറിച്ച് ആണ്, പൗലോസിനെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Simple, ordinary task, but you will never ever know how God uses that for His glory. ദൈവം ഏൽപ്പിച്ച ആ ഒരു ചെറിയ ദൗത്യം
എങ്ങനെ ദൈവനാമത്തിനായിട്ട് ദൈവം എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. I don't know, but I sometimes imagine if Ananias was alive when Paul was going around turning the world upside down, how much he would have rejoiced in his heart. ഒരുപക്ഷെ പൗലോസ് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശുശ്രൂഷകള് അനന്യാസ് കാണുവാനായിട്ട് ഇടയായിട്ടിരുന്നാൽ അനന്യാസ് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. Lord, had I not obeyed you, had I not been sensitive to your voice, I would have missed this opportunity to serve alongside you. കർത്താവേ, ഞാൻ ഈ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ അനുസരണ കാണിച്ചില്ലായിരുന്നെങ്കിൽ, ദൈവമേ നിന്റെ ഹിതം എന്റെ ജീവിതത്തിലൂടെ നിറവേറാനായിട്ട് കഴിയാതെ പോകുമായിരുന്നല്ലോ. I don't know how many times later Paul would have gone around sharing his testimony. Every time he shared his testimony, he would have mentioned the name of Ananias. തന്റെ ജീവിതത്തിൽ പൗലോസ് തന്റെ സാക്ഷ്യം എത്ര തവണ പറഞ്ഞു അപ്പോഴൊക്കെ അനന്യാസിന്റെ പേര് ശൗല് അല്ലെങ്കിൽ പൗലോസ്. One day, when Paul and Ananias, when they received their rewards, I believe both will know that they had done what the Lord wanted them. ഒരു ദിവസം അനന്യാസും പൗലോസും രണ്ടുപേരും ദൈവത്തിന്റെ പ്രതിഫലം വാങ്ങുവാനായിട്ട് നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അവർ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. You and I are God's co-workers. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. What He wants you to do, you pray, ask Him, He will let us know. നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത് പ്രാർത്ഥിച്ച് ദൈവത്തിന് പ്രാപിച്ച് അതിന് നാം പ്രതികരിക്കും. May the Lord bless these words to our hearts. May His name be glorified. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ദൈവം നാം വാഴ്ത്തട്ടെ.